നമസ്കാരം. ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുന്നതായി പ്രഖ്യാപിച്ച് ഇന്ത്യൻ താരം വിരാട് കോഹ്ലി. ഹൃദയസ്പർശിയായ കുറിപ്പോടെയാണ് ഇതിഹാസ താരം വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നുള്ള വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ടെസ്റ്റ് ക്രിക്കറ്റിനോട് തനിക്കുള്ള വൈകാരിക ബന്ധം വ്യക്തമാക്കിയ കോഹ്ലി എല്ലാവരോടും നന്ദി പറയുകയും നിറഞ്ഞ ഹൃദയത്തോടെയാണ് താൻ പടിയിറങ്ങുന്നത് എന്നും കുറിച്ചു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി കോഹ്ലിയുടെ വിരമിക്കൽ സംബന്ധിച്ച അഭ്യൂഹങ്ങൾ ക്രിക്കറ്റ് ലോകത്ത് നിലനിൽക്കുന്നുണ്ടായിരുന്നു. രോഹിത് ശർമ്മയുടെ വിരമിക്കൽ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് കോഹ്ലിയും പടിയിറക്കത്തിനുള്ള തീരുമാനം ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിനെ അറിയിച്ചത്. രോഹിത്തിന്റെ അപ്രതീക്ഷിത വിരമിക്കലിന് പിന്നാലെയുള്ള കോഹ്ലിയുടെ പടിയിറക്കം ഇന്ത്യൻ ക്രിക്കറ്റിനെ കാര്യമായി ബാധിക്കുമെന്ന് മനസ്സിലാക്കിയ BCCI സമ്മർദ്ദം ചെലുത്തിയെങ്കിലും കോഹ്ലി തീരുമാനം മാറ്റിയില്ല. കളിയോടും കളിക്കളത്തിൽ ഒപ്പമുണ്ടായിരുന്നവരോടും ഈ യാത്രയിൽ എന്നെ ശ്രദ്ധിച്ച ഓരോ വ്യക്തിയോടുമുള്ള കൃതജ്ഞതയോടെ നിറഞ്ഞ ഹൃദയത്തോടെയാണ് താൻ പടിയിറങ്ങുന്നത് എന്ന് വിരാട് കോഹ്ലി ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. ഇന്ത്യക്കായി 123 ടെസ്റ്റുകളിൽ കളിച്ച വിരാട് കോഹ്ലി 46.85 ശരാശരിയിൽ 9230 റൺസാണ് നേടിയത്. 30 സെഞ്ചുറികളും 31 അർദ്ധ സെഞ്ചുറികളുമാണ് വിരാടിൻ്റെ പേരിലുള്ളത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ കോഹ്ലി കുറിച്ച ചില റെക്കോർഡുകൾ ആരാലും തകർക്കാൻ സാധിക്കില്ല. ടെസ്റ്റ് ക്രിക്കറ്റിലെ ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച നായകന്മാരിൽ ഒരാളാണ് വിരാട് കോഹ്ലി. 68 ടെസ്റ്റുകളിൽ ഇന്ത്യൻ നായകനായ വിരാട് കോഹ്ലി 40ലും രാജ്യത്തെ വിജയത്തിലേക്ക് നയിക്കാൻ സാധിച്ചു. 58.82 കോഹ്ലിയുടെ വിജയ ശതമാനം. കോഹ്ലിയുടെ നായക മികവിൽ വിദേശ മണ്ണിലും ഇന്ത്യ ചരിത്ര നേട്ടങ്ങൾ സ്വന്തമാക്കി. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ ഇരട്ട സെഞ്ചുറി നേടിയ താരവും വിരാട് കോഹ്ലിയാണ്. 7 ഇരട്ട സെഞ്ചുറികളാണ് കോഹ്ലി ഇന്ത്യക്കായി സ്വന്തമാക്കിയത്. 6 ഇരട്ട സെഞ്ചുറികൾ ഇന്ത്യക്കായി നേടിയിട്ടുള്ള സച്ചിൻ ടെണ്ടുൽക്കറിനെയും വീരേന്ദർ സേവാഗിനെയും മറികടന്നുള്ള നേട്ടമാണ് കോഹ്ലിയുടേത്.